ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പാർട്ട് 1 എല്ലാം കംപ്ലീറ്റ് ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ്, അതിലെ ആദ്യ ചാപ്റ്റർ ഫോർ ഹാഫ് ദ സ്കൈ ആണ്, 4ാമത്തെ യൂണിറ്റ് ആണ്. അതിലെ ആദ്യ ചാപ്റ്റർ ദി വൈ ഗേൾ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ലെസണിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ഹാഫ് ദി സ്കൈ ആണ് യൂണിറ്റ് 4. ആദ്യം തന്നെ ദ ഡോർവേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത് നോക്കാം. On 16 June 1963, Valentina Tereshkova made history by becoming the first woman in space. ബഹിരാകാശത്ത് പോയ ആദ്യ വനിത അല്ലെ, വാലന്റിന തെരസ്കോവയാണ്. അവർ 1963 ജൂൺ 16 പോയത്. ഫസ്റ്റ് വിമൺ ഇൻ സ്പേസ്. ഷീ വാസ് ബോൺ ഇൻ 1937. അവർ പോയ സ്പേസ് ഷിപ്പിൻ്റെ പേര് വോസ്റ്റോക്ക് 6 എന്നാണ്. കംപ്ലീറ്റഡ് 48 ഓർബിറ്റ്സ് ഓഫ് ദ എർത്ത്. അവർ എത്ര കിലോമീറ്റർ, എത്ര ദിവസം എന്നെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. വാലന്റിന തെരസ്കോവയുടെ ഒരു കോഡ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എ ബേർഡ് കനോട്ട് ഫ്ലൈ വിത്ത് വൺ വിങ് ഓൺലി. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് കനോട്ട് ഡെവലപ്പ് എനി ഫർദർ വിത്തൗട്ട് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൺ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ വിച്ച് ഇയർ, നമുക്കിതിൽ നമുക്കിതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ, ഇൻ വിച്ച് ഇയർ വാസ് വാലന്റിന തെരസ്കോവ ബോൺ? ഷി വാസ് ബോൺ ഇൻ 1937. 1937 ജനിച്ചത്. വാട്ട് വാസ് ഹർ അച്ചീവ്മെൻറ്റ്? എന്താണ് അവരുടെ അച്ചീവ്മെൻറ്റ്? ഷി വാസ് ദ ഫസ്റ്റ് വിമൺ ഇൻ സ്പേസ്. ബഹിരാകാശത്ത് പോയ ആദ്യ വനിത. അടുത്തത്, വാട്ട് വാസ് ദ നെയിം ഓഫ് ഹർ സ്പേസ് ഷിപ്പ്? അവർ പോയ സ്പേസ് ഷിപ്പിൻ്റെ പേര് വോസ്റ്റോക്ക് 6. അടുത്തത്, വാട്ട് ഡിഡ് വാലന്റിന തെരസ്കോവ മീൻ ബൈ സേയിങ് എ ബേർഡ് കനോട്ട് ഫ്ലൈ വിത്ത് വൺ വിങ് ഓൺലി? ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് കനോട്ട് ഡെവലപ്പ് എനി ഫർദർ വിത്തൗട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൺ. വനിതകളുടെ പ്രാധാന്യമില്ലാതെ ഒരിക്കലും ഈ ബഹിരാകാശ സഞ്ചാരങ്ങളൊന്നും ഡെവലപ്പ് ചെയ്യില്ല. അടുത്തത്, ഹാവ് യു ഹേർഡ് ഓഫ് അതർ വിമൺ ഹു ഹാവ് ഇൻസ്പയറിംഗ് അച്ചീവ്മെൻറ്റ്സ് ലൈക്ക് ഹർ? നെയിം എ ഫ്യൂ. ഇതുപോലെ ബഹിരാകാശത്ത് പോയ ആൾക്കാരുടെ പേര് നിങ്ങൾക്ക് അറിയോ? വനിതകളുടെ കേട്ടോ. Yes, there are many other women with inspiring achievements in space exploration. Sally Ride, Kalpana Chawla. Sally Ride, first American woman in space ആണ്. Kalpana Chawla, first woman of Indian origin in space ആണ്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ദ വൈ ഗേൾ, മഹാശ്വേതാ ദേവിയുടെ ആണ് ഈ സ്റ്റോറി വരുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് കടക്കാം. ഫസ്റ്റ് തന്നെ ബട്ട് വൈ ലാണ് തുടങ്ങുന്നത്. ബട്ട് വൈ ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം എ സ്മോൾ ഗേൾ അബൌട്ട് 10 years old. ഷീ വാസ് ചേസിങ് എ ലാർജ് സ്നേക്ക്. ഐ റാൻ ആഫ്റ്റർ ഹർ, ഗ്രാബ്ഡ് ഹർ പ്ലേറ്റ് ആൻഡ് ഹെൽഡ് ഹർ ബാക്ക് ഷൗട്ടിങ്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയ പെൺകുട്ടി ഓടി വരുന്നുണ്ട്, ഒരു പാമ്പ്, ഒരു സ്ത്രീ ബാക്കിൽ ഓടി വരുന്നുണ്ട്. അപ്പോൾ അവർ തുടങ്ങുന്നത് തന്നെ പക്ഷേ എന്തുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ടാണ്. ഒരു 10 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയാണ്, അവളൊരു വലിയ പാമ്പിനെ പിന്തുടർന്ന് ഓടുകയാണ് അല്ലേ. അപ്പോൾ ഈ ലേഡി, അവരുടെ ബാക്കിൽ ഓടി വരുന്ന ആ ലേഡി അവരുടെ ബാക്കിൽ ഓടി, അവരും അവരുടെ പിന്നാലെ ഓടിയിട്ട് അവളുടെ മുടിയിൽ പിടിച്ചു. കണ്ടല്ലോ, അതിൽ പിടിക്കുന്ന കാണുന്നുണ്ട്. എന്നിട്ട് പിന്നിലോട്ട് പിടിച്ച് വലിക്കുകയാണ്, ഷൗട്ട് ചെയ്തിട്ട് അലറി വിളിച്ചുകൊണ്ട് ബാക്കിലോട്ട് പിടിച്ച് അവളെ വലിച്ചു. നോ മൊയ്ന ഡോണ്ട്, അപ്പോൾ അവളുടെ പേരാണ് മൊയ്ന. ഓക്കെ, അപ്പോൾ വേണ്ട മൊയ്ന, വേണ്ട എന്ന് പറയാണ്. വൈ ഷുഡൻറ്റ് ഐ, ഷീ ആസ്ക്ഡ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് പാടില്ല എന്ന് പറയുന്നു, എന്നോട് ചെയ്യരുതെന്ന് പറയുന്നു ചോദിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് എ ഗ്രാസ് സ്നേക്ക് ഓർ എ റാറ്റ് സ്നേക്ക്, ഇറ്റ്സ് എ കോബ്ര, ഐ റിപ്ലൈഡ്. അതൊരു പുൽപ്പാമ്പോ അല്ലെങ്കിൽ ഒരു റാറ്റ് സ്നേക്ക് എന്നൊക്കെ പറയും, അതൊന്നും അല്ല, അതൊരു മൂർഖൻ പാമ്പാണ് എന്ന് ഈ സ്ത്രീ റിപ്ലൈ കൊടുക്കും. വൈ ഷുഡൻറ്റ് ഐ ക്യാച്ച് എ കോബ്ര, വൈ ഷുഡ് യു? അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റില്ലേ, എനിക്ക് മൂർഖനെ പിടിക്കാൻ പാടില്ലേ? വൈ ഷുഡ് യു? അതെന്താണ്, നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഐ വിൽ. I dragged Moina back to the Samiti office where I worked. Her mother Kiri was there. അപ്പോൾ ഈ നമ്മൾ ബാക്കിൽ പിടിച്ചു വലിച്ച ആ ലേഡി, അവർ സമിതി ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ആ സമിതി ഓഫീസിലേക്ക് ഇവിടെ കൊണ്ടുപോവാണ് മൊയ്നേനെ. അവിടെ തന്നെയാണ് മൊയ്നയുടെ അമ്മ കിരിയും വർക്ക് ചെയ്യണത്.
അവർ ഒരു കൊട്ട നെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ദ സമിതി വാസ് എ പ്ലേസ് വെർ പീപ്പിൾ കുഡ് കം ടു ലേൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് സിംപ്ലി ടു സിങ് ആൻഡ് ഡാൻസ് ടുഗെദർ. സമിതി എന്ന് പറയുന്ന സ്ഥലം വെറുതെ ആളുകൾ വന്ന് വായിക്കലും എഴുത്തലും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഡാൻസും പാട്ടും എല്ലാം അവർ ചെയ്യാറുണ്ട് ആളുകൾ വന്നിട്ട്. കം ഐ സെഡ് ടു മൊയ്ന, കം ആൻഡ് റെസ്റ്റ് ഫോർ എ ലിറ്റിൽ വൈ. അപ്പോൾ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ ടീച്ചർ ഒരു ടീച്ചറെ പോലുള്ളൊരു ലേഡിയാണ് കേട്ടോ അത്. അപ്പോൾ അവർ ആ ലേഡി എന്ത് ചെയ്യും, അവർ വിളിക്കും, മൊയ്നനെ വിളിക്കും. വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്നിരിക്കൂ എന്ന് പറയും. എന്നിട്ട് വന്നിരിക്കൂ കുറച്ച് നേരം എന്ന് ചോദിക്കുമ്പോൾ എന്തിനു ചോദിക്കും, ആറിൻ്റ് യു ടയേർഡ് ആയി ആസ്ക്. അപ്പോൾ ഇവർ ചോദിക്കും നീ ക്ഷീണിതയല്ലേ ചോദിക്കും. അപ്പോൾ മൊയ്ന ഷുക്കർ ഹെഡ് വിഗറസ്ലി. അപ്പോൾ മൊയ്ന എന്ത് ചെയ്യും, ഇങ്ങനെ തലയാട്ടും, ശക്തിയായിട്ട് തലയൊന്നിങ്ങനെ ആട്ടും. Who will bring the goats home? Who will bring the goats home, collect firewood, fetch water and lay traps for the birds? Came the questions one after another. Moina tended the goats of the babus, the village landlords. അപ്പോൾ ആരാണ് ആടുകളെ, ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാലായിരിക്കും കേട്ടോ, ആടുകളെ വീട്ടിലേക്ക് കൊണ്ടുവരിക, വിറക് കളക്ട് ചെയ്യുക, അതുപോലെ വെള്ളം കോരുക, പക്ഷികൾക്ക് കെണി വെക്കണം, ഇതെല്ലാം ചെയ്യണം അല്ലേ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യന് ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മൊയ്ന ടെൻറ്റഡ് ദ ഗോഡ്സ് ഓഫ് ദ ബാബൂസ്. മൊയ്ന എന്താണ്, അപ്പോൾ വില്ലേജ് ലാൻഡ് ലോർഡിന്റെ ആടുകളെയാണ് ഇവർ നോക്കുന്നത് കേട്ടോ. മൊയ്ന ഡോണ്ട് ഫർഗെറ്റ് ടു താങ്ക് ദ ബാബു ഫോർ ദ റൈസ് ഈ സെന്റ് സെഡ് ഗിരി. അപ്പോൾ മൊയ്ന ഈ ബാബു എന്ന് പറയുന്ന ആൾക്ക് താങ്ക് യു പറയാൻ മറന്നില്ല. സെന്റൻസ് മൊയ്ന ഡോണ്ട് ഫർഗെറ്റ് ടു താങ്ക് ദ ബാബു ഫോർ ദ റൈസ് ഈ സെന്റ് സെഡ് ഗിരി. അല്ല, ഇത് കിരി പറയണം കേട്ടോ. അമ്മ ഉണ്ടല്ലോ അവിടെ, അമ്മ പറയാണ് മൊയ്നയോട്, എന്താ പറയുന്നത്, അരി അയച്ച ആൾക്ക് നന്ദി പറയാൻ മറക്കരുതെന്ന് പറയാണ് കേട്ടോ. വൈ ഷുഡ് ഐ, മൊയ്ന സെഡ്. അപ്പം ഞാൻ എന്തിനു പറയണം, ഡോണ്ട് ഐ സ്വീപ് ദ കൗഷഡ് ആൻഡ് ഡു 1000 ജോബ്സ് ഫോർ ഹിം. അപ്പോൾ എന്തിന് ഞാൻ അവരോട് താങ്ക്സ് പറയണം, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ കൗഷഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി 1000 പണികൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഡസ് ഹി എവർ താങ്ക് മീ, എന്നിട്ട് അവർ എപ്പോഴെങ്കിലും എന്നോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ, പിന്നെ ഞാൻ എന്തിന് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഈ കുട്ടി. സീയിങ് ദീസ് മൊയ്ന റാൻ ഓഫ്. ഇത് പറഞ്ഞുകൊണ്ട് മൊയ്ന ഓടിപ്പോയി. മൊയ്ന ഹാഡ് എ നമ്പർ ഓഫ് അതർ ക്വസ്റ്റ്യൻ. ഷീ പുട്ട് ദീസ് ക്വസ്റ്റ്യൻസ് ടു പീപ്പിൾ അറൌണ്ട് ഹെർ. മൊയ്നയ്ക്ക് ഒരു 1000 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അവൾ അവളുടെ ചുറ്റുമുള്ള ആളുകളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. വൈ ഡു ഐ ഹാവ് ടു വാക്ക് സോ ഫാർ ടു ദ റിവർ ടു ഫെച്ച് വാട്ടർ. അവളുടെ ചോദ്യമാണ് കേട്ടോ. വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ദൂരം, ഒരു റിവർ ഉണ്ട്, ഒരു നദിയിൽ പോയിട്ടാണ് വെള്ളം എടുക്കണം, എന്തിനാ ഞാൻ ഇത്ര ദൂരം ആ നദിയിൽ പോയിട്ട് നടന്നു പോയി വെള്ളം എടുത്തിട്ട് വരണം. വൈ ഡു വി ലിവ് ഇൻ എ ലീഫ് ഹട്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലീഫും കൊണ്ട്, ഇല കൊണ്ട് ഉണ്ടാക്കിയ കുടിലിൽ താമസിക്കുന്ന, ഹട്ടിൽ താമസിക്കുന്നത്. വൈ കാൺ വി ഈറ്റ് റൈസ് ട്വൈസ് എ ഡേ. പിന്നെന്താ, 2 നേരം നമുക്ക് എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൂടാ, അരി കഴിച്ചുകൂടാ. നോ വണ്ടർ ദ പോസ്റ്റ് മാസ്റ്റർ കോൾഡ് ഹെർ ദ വൈ വൈ ഗേൾ. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ അവളെ വൈ വൈ ഗേൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വൈയും പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ആ കുട്ടിക്ക് എപ്പോഴും ഡൗട്ടാണല്ലോ. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ഇവളെ കളിയാക്കിയിട്ട് വിളിക്കുന്നതായിരിക്കും, വൈ വൈ ഗേൾ എന്ന് വിളിച്ചു. അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല. One day, Moina came to live with me in my hut. Our Samiti teacher, Maladi, said to me, she will exhaust you with her voice. അപ്പോൾ ഒരു ദിവസം മൊയ്ന, ഈ കഥ പറയുന്ന ലേഡിയാണ് കേട്ടോ, അവരുടെ കൂടെ താമസിക്കാൻ വേണ്ടി വന്നു അവരുടെ ഹട്ടിലേക്ക്. അപ്പോൾ അവരുടെ സമിതിയിലുള്ള ടീച്ചർ അവരോട് പറയാണ്, മാലതി എന്നാണ് സമിതിയിലെ ടീച്ചറുടെ പേര് കേട്ടോ. അവർ പറയാണ്, ഷീ വിൽ എക്സോസ്റ്റ് യു വിത്ത് ഹർ വൈസ്. അവൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കും, ക്ഷീണിപ്പിക്കും. എന്ത് വെച്ചിട്ട്, അവളുടെ വയസ്സ്, അവളുടെ എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുമെന്ന് പറയാണ്. ബട്ട് ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം വിത്ത് മൊയ്ന. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല, മൊയ്നയ്ക്കൊപ്പം വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സമയമായിരുന്നു. വൺ നൈറ്റ് ഷീ ആസ്ക്ഡ് മീ, വൈ ഡു യു റീഡ് ബുക്സ് ബിഫോർ യു ഗോ ടു സ്ലീപ്പ്? Because books have the answers to your whys, I replied, and for once Moina was silent for a moment. ഒരു രാത്രി അവൾ ചോദിക്കുകയാണ് ഈ ടീച്ചറോട്, നിങ്ങൾ എന്താ രാത്രി കിടക്കാൻ പോണതിന് മുമ്പ് ബുക്ക് വായിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ റിപ്ലൈ കൊടുക്കും, ബുക്സിൽ നീ ചോദിക്കുന്ന എന്തുകൊണ്ട്, വൈസിൻ്റെ എല്ലാ ആൻസറും എവിടെ ഉണ്ട്, ബുക്കുകളിലുണ്ട് പറയും. അപ്പോൾ ഇത് കേട്ടതും മൊയ്ന ഒരു നിമിഷം സൈലൻ്റ് ആയി നിന്നു. Then she said, I will learn to read and find the answers to my questions. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കിട്ടുമല്ലോ, അപ്പോൾ വായിക്കാൻ പഠിക്കുമെന്ന് പറയും. When Moina grazed the goats, she told the other children all that she had learned from me. അപ്പോൾ ഇവൾ ആട് മേയ്ക്കാൻ പോകുമല്ലോ, ആടിനെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഇവൾ വായിച്ച കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള കുട്ടികൾക്ക്, ഇവൾ പഠിച്ച കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള കുട്ടികൾക്ക് ഇവൾ പറഞ്ഞു കൊടുക്കും.
മെനി സ്റ്റാർസ് ആർ ബിഗർ ദാൻ ദി സൺ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യമാണ്, ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ആരെക്കാൾ വലുത്? സണ്ണിനേക്കാൾ വലിയ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ബട്ട് ദേ ആർ ഫാർ അവേ, പക്ഷെ അവരെല്ലാം ദൂരെയാണ് ആ നക്ഷത്രങ്ങൾ. സോ ദേ ലുക്ക് സ്മോൾ, അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ദ സൺ ഈസ് നിയറർ, സൂര്യൻ അടുത്താണ്. സോ ഇറ്റ് ലുക്സ് ബിഗർ, അതുകൊണ്ട് അത് വലുതായി കാണുന്നു. ദ ഫിഷ് ഡു നോട്ട് സ്പീക്ക് ലൈക്ക് അസ്, മീനുകൾ നമ്മളെ പോലെ സംസാരിക്കില്ല. ദേ ഹാവ് എ ഫിഷ് ലാംഗ്വേജ്, അവർക്ക് മീനുകളുടെ ഭാഷയുണ്ട്. വിച്ച് ഇസ് സൈലന്റ്, അത് നിശബ്ദമാണ്. ദ എർത്ത് ഈസ് റൗണ്ട്, ഭൂമി ഉരുണ്ടതാണ്. ഡിഡ് യു നോ ദാറ്റ്, നിങ്ങൾക്ക് അറിയാമോ എന്ന് ഇവിടെ ചോദിക്കുകയാണ് കേട്ടോ അവരോട്. ഐ റിട്ടേൺ ടു ദ വില്ലേജ് എ ഇയർ ലേറ്റർ, ഒരു വർഷത്തിന് ശേഷമാണ് പിന്നീട് ഈ കഥ പറയുന്നവർ കേട്ടോ, ഇവൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തവർ തിരിച്ച് വരുന്നത്. വൺ ഈവനിങ്, ആ വില്ലേജിലേക്ക് തിരിച്ചു പോകുന്നത്, അവരെവിടെ പോയിട്ട് ആ വില്ലേജിലേക്ക് റിട്ടേൺ പോവാണ്. വൺ ഈവനിങ് ഐ വിസിറ്റഡ് മൊയ്ന അറ്റ് ഹെർ ഹോം, ഒരു വൈകുന്നേരം അവർ മൊയ്നനെ വീട്ടിൽ പോയി കാണും. ഷി വാസ് സിറ്റിംഗ് ഇൻ ദ കിച്ചൺ വിത്ത് ഹർ ലിറ്റിൽ സിസ്റ്റർ ആൻഡ് എൽഡർ ബ്രദർ, അവളുടെ സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും കൂടെ കിച്ചണിൽ ഇരിക്കുകയായിരിക്കും. ആൻഡ് സ്പീക്കിംഗ് ടു ദം ലൈക്ക് എ ടീച്ചർ, അവരോട് ഒരു ടീച്ചറെ പോലെ അവൾ സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, യു കട്ട് വൺ ട്രീ ആൻഡ് പ്ലാന്റ് അനദർ ടു, നിങ്ങൾ ഒരു മരം മുറിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കണം. യു വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ യു ഈറ്റ്, ഡു യു നോ വൈ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാറില്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? യു വിൽ ഗെറ്റ് എ സ്റ്റൊമക്ക് ഏക്ക് ഇഫ് യു ഡോണ്ട്, നിങ്ങൾ കൈ കഴുകിയില്ലെങ്കിൽ നിങ്ങൾക്ക് വയറുവേദന വരും. യു നോ നത്തിങ്, ഡു യു നോ വൈ, നിങ്ങൾക്കൊന്നും അറിയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ബിക്കോസ് യു ഡോണ്ട് അറ്റൻഡ് ക്ലാസ്സസ് അറ്റ് ദി സമിതി, നിങ്ങൾക്ക് ഒന്നും അറിയാത്തതിൻ്റെ കാരണം നിങ്ങൾ സമിതിയിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. മൊയ്ന വാസ് ഗിവിങ് ആൻസേഴ്സ് ടു ഓൾ ഹെർ വൈസ്, മൊയ്ന എന്തുകൊണ്ടെന്നുള്ള എല്ലാ സംഭവത്തിൻ്റെ ആൻസർ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. When a primary school was set up in the village, Moina was the first girl to be admitted. അപ്പോൾ അവരുടെ സ്കൂളിൽ ഒരു പ്രൈമറി സ്കൂൾ സെറ്റ് ചെയ്തപ്പോൾ മൊയ്ന ആയിരുന്നു ഫസ്റ്റ് ഗേൾ ടു ബി അഡ്മിറ്റ് ആയത്, അവിടുത്തെ ഫസ്റ്റ് ഗേൾ. മൊയ്ന ഈസ് 18 നൗ. അപ്പോൾ അവർ പ്രൈമറി സ്കൂൾ സെറ്റപ്പ് ചെയ്തു. ഫസ്റ്റ് പഠിക്കാൻ അവിടെ ആരെയാണ് അഡ്മിറ്റഡ് ആക്കിയത്? നമ്മുടെ മൊയ്നേനെ ആയിരുന്നു. അവിടെ പ്രവേശനം ലഭിച്ച ആദ്യ പെൺകുട്ടി മൊയ്നയായിരുന്നു. ഇപ്പോൾ മൊയ്നയ്ക്ക് 18 വയസ്സായി. മൊയ്ന ഈസ് 18 നൗ. ഷീ ടീച്ചേഴ്സ് അറ്റ് ദ സമിതി, അവളെ സമിതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇഫ് യു പാസ് ബൈ യു ആർ ഷുവർ ടു ഹിയർ ഹർ ഇംപേഷൻ, നിങ്ങൾ ആ സമിതിയിൽ കൂടെ അടുത്തുകൂടെ പാസ് ചെയ്യുകയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവളുടെ ഇംപേഷ്യൻസ്, അതായത് എന്താണ്, അവൾ പഠിപ്പിക്കുന്നതും കാര്യങ്ങളും അവളുടെ ക്ഷമയില്ലായ്മയെല്ലാം നിങ്ങൾക്ക് എന്താണ് കേൾക്കാൻ പറ്റും. ഡിമാൻഡിങ് വോയിസ്, ഡോണ്ട് ബി ലേസി, അവൾ ഇങ്ങനെയായിരിക്കും പറയുക, ഡോണ്ട് ബി ലേസി, മടിയനാവരുത്. ആസ്ക് മീ ക്വസ്റ്റ്യൻസ്, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കൂ. ആസ്ക് മീ വൈ മൊസ്കിറ്റോ ഷുഡ് ബി ഡെസ്ട്രോയ്ഡ്, എന്നോട് ചോദിക്കൂ എന്തുകൊണ്ടാണ് കൊതുകുകളെ കൊല്ലണമെന്ന് പറയണത്. വൈ ദ പോൾ സ്റ്റാർ ഈസ് ഓൾവേസ് ഇൻ ദ നോർത്തേൺ സ്കൈ, പോൾ സ്റ്റാർ ധ്രുവ നക്ഷത്രം എന്തുകൊണ്ടാണ് എപ്പോഴും നോർത്തേൺ സ്കൈയിൽ കാണപ്പെടുന്നത് എന്നൊക്കെ അവൾ ചോദിക്കുകയാണ് കേട്ടോ. ആൻഡ് ദ അതർ ചിൽഡ്രൻ ടു ആർ ലേണിംഗ് ടു ആസ്ക്, ബാക്കിയുള്ള കുട്ടികളും ആസ്ക് വൈ എന്തുകൊണ്ട് എന്ന് അങ്ങനെ ചോദിക്കാൻ പഠിക്കുകയാണ്. മൊയ്ന ഡസൻ നോ ഐ എം റൈറ്റിംഗ് എ സ്റ്റോറി, ഇഫ് ഷീ ഡിഡ്, മൊയ്നയ്ക്ക് അറിയില്ല ഞാൻ അവളുടെ കഥയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അറിയുകയാണെങ്കിൽ അവൾ ഉറപ്പായിട്ടും ചോദിക്കും റൈറ്റിംഗ് അബൌട്ട് മീ വൈ, എന്നെക്കുറിച്ചാണോ എഴുതുന്നത്, എന്തുകൊണ്ട് എന്ന് അവൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ ഓദർ നമ്മൾ പറയുന്ന ഈ കഥ എഴുതുന്ന മഹാശ്വേതാ ദേവി വർമ്മ തന്നെയാണ് ഇതിൽ ഈ കഥ പറയുന്നത് കേട്ടോ. അപ്പം നെക്സ്റ്റ്, മഹാശ്വേതാ ദേവി ഒരു ഇന്ത്യൻ റൈറ്ററാണ്, അവരെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. നമുക്ക് നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നോക്കാം. Why did the narrator stop Moina from catching a snake? Answer: the narrator stopped Moina from catching the snake because it was a cobra, which is a venomous and dangerous snake, and not a harmless grass snake or rat snake. അത് എന്തുകൊണ്ടാണ് ഈ നറേറ്റർ മൊയ്നേനെ ഇത് പിടിക്കുന്നതെന്ന് തടഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. റീസൺ ഇത്രയേ ഉള്ളൂ, അതൊരു കോബ്രയാണ്, അത് വിഷമില്ലാത്ത ഗ്രാസ് സ്നേക്കോ റാറ്റ് സ്നേക്കോ അല്ല എന്നാണ് പറയുന്നത് കേട്ടോ.
What was the Samiti meant for? Samiti എന്താണെന്നാണ്. The Samiti was a place where people could come to learn reading and writing and also to sing and dance together. സമിതിയിലെ ആൾക്കാർ ലേൺ ചെയ്യാനും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വരും, ദെൻ സിംഗും ഡാൻസും ഒക്കെ ചെയ്യാനും വരും. What does Moina do for her family? Moina എന്താണ് ഫാമിലിക്ക് വേണ്ടി ചെയ്തത്? Moina works to bring the goats home, collect firewood, fetch water and lay traps for birds. She also tends to the goats of the village landlords. Okay. അപ്പോൾ അവൾ ആടുകളെ വീട്ടിലേക്ക് കൊണ്ടുവരും, ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോവും, വെള്ളം കോരാൻ പോവും, പിന്നെ ബേർഡ്സിന് ട്രാപ്പ് വയ്ക്കും. അതുപോലെ തന്നെ ഷീ ഓൾസോ ടെൻഡ് ടു ദി ഗോഡ്സ് ഓഫ് ദ വില്ലേജ് ലാൻഡ് ലോഡ്സ്. Why did the postmaster called Moina the Wai girl? എന്തുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ വൈ ഗേൾ എന്ന് പറയുന്നത്? The postmaster called Moina the Wai girl because she asked a number of questions such as why do I have to walk so far to the river to fetch water and why do we live in a leaf hut? ഇതൊക്കെ ഇവളുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ടാണ് ഇവളെ വൈ ഗേൾ എന്ന് വിളിക്കുന്നത്. Why did Moina decide to learn to read? Moina decided to learn to read because she was told that books have the answers to her whys. അടുത്തത്, why do stars look smaller than the sun? Stars look smaller than the sun because they are farther away. Next, how do we know that Moina was speaking like a teacher? Okay, we know that Moina was speaking like a teacher because she was giving answers to her little sisters and elder brothers' whys. അടുത്തത്, how did Moina motivate children? Moina motivated children by encouraging them to ask questions and by being an impatient demanding voice that pushed them to learn. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.